ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. നിമ്മി മെമ്മോറിയൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിന്റെ ഭാഗമായി പറവൂർ ഷഫാസ് തിയേറ്ററിൽ സിനിമാ പ്രദർശനം നടന്നു. നോർത്ത് പറവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസിന്റെ ഭാര്യ അന്തരിച്ച നിമ്മിയുടെ പേരിൽ നിമ്മി മെമ്മോറിയൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിന്റെ ഭാഗമായി പറവൂർ ഷഫാസ് തിയേറ്ററിൽ തിരഞ്ഞെടുത്ത സിനിമകളുടെ പ്രദർശനം നടന്നു. അൻവർ, ഷഹബ, പോലീസ് കള്ളൻ, ജേർണി ഓഫ് നയൻതാര, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നീ ചിത്രങ്ങളായിരുന്നു പ്രദർശിപ്പിച്ചത്. എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നതെങ്കിലും അതിന്റെ വലിപ്പം കൊണ്ട് അതൊരു ചെറിയ ചിത്രമല്ല. കാരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു വലിയ ആശയത്തെ ഏറ്റവും ഭംഗിയായിട്ട് പ്രതിഫലിപ്പിക്കുക എന്ന് പറയുന്ന ഏറ്റവും ദുഷ്കരമായ ഒരു പ്രവൃത്തി നടത്തുന്ന ഏറ്റവും ക്രിയേറ്റിവിറ്റി ആവശ്യമുള്ള ഒരു രംഗമാണ് ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, ഷോർട്ട് ഫിലിം ക്രിയേഷൻ എന്ന് പറയുന്നത്. ഞാനിത് പറയുന്നത് പെട്ടെന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിലെ യൗവനങ്ങൾക്ക് മനസ്സിലാക്കും. തുടർന്ന് അവാർഡ് വിതരണവും നടന്നു. ചലച്ചിത്ര നടന്മാരായ ഗോപൻ മങ്കാട്ട്, രാജീവ് രാജൻ, വിനോദ് കെളാമംഗലം, പാട്ടുകാരനായ ഒ.യു. ബഷീർ, ഷഫാസ് തിയേറ്റർ മാനേജർ ഗഫൂർ, മുഖ്യ സംഘാടകനായ ഡെന്നി തോമസ് എന്നിവർ ചേർന്നായിരുന്നു അവാർഡ് വിതരണവും നടത്തിയത്. മികച്ച ചിത്രവും തിരക്കഥയും വൈശ് ആൻഡ് വൈഭവ് സംവിധാനം ചെയ്ത ഷഹബയും, മികച്ച രണ്ടാമത്തെ ചിത്രമായി ബൈജുരാജ് ചേകവർ സംവിധാനം ചെയ്ത ലൈഫ് ഈസ് ബ്യൂട്ടിഫുളും തിരഞ്ഞെടുത്തു. മികച്ച നടിയായി ബിറ്റി മോഹനെയും, മികച്ച നടന്മാരായി അഖിൽ നീലൻ, ഉജിത് ബോസ്, ബാലതാരമായി ശ്യാംസിയെയും തിരഞ്ഞെടുത്തു. മികച്ച ക്യാമറാമാനായി വിനീത് വി മോഹനെയും, രാകേഷ് നാരായണൻ, മികച്ച എഡിറ്റർ കപിൽ കൃഷ്ണ എന്നിവരെയും തിരഞ്ഞെടുത്തു. ചടങ്ങിൽ വെച്ച് വിനു തട്ടാമ്പടിയുടെ പുസ്തകം പെരിയാറിൻ തീരത്തെ നീലക്കൊടുവേലി പ്രകാശനം ചെയ്തു. പ്രഥമ നിമി മെമ്മോറിയൽ സിൽവർ സ്ക്രീൻ മിനി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. ഇനിയും ഇതൊരു തുടർ പരിപാടിയായിട്ട് മുന്നോട്ട് കടന്നു പോകട്ടെ എന്നും മുൻ വർഷങ്ങളിൽ ഇത് ഏറ്റവും ഗംഭീരമായിട്ട് ഉണ്ടാകട്ടെ എന്നും ക്രിയേറ്റിവിറ്റി പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയായി ഇത് മാറട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ നൂറ്റാണ്ടിലെ യുവജനങ്ങൾക്ക് ഏകാംഗ നാടക മത്സരങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ടാവും. കഴിഞ്ഞ 3 വർഷക്കാലമായി പറവൂരിൽ നിമ്മി മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പറവൂർ.